എൻ്റെ പ്രിയ സുഹൃത്തെ, എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്തയുണ്ട്. ഇനി മുതൽ ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ലഭ്യമാകും. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് നന്നായി മനസ്സിലാക്കാനും അതിൽ പങ്കുചേരാനും ദൈവാനുഗ്രഹങ്ങൾ വലിയ അളവിൽ പ്രാപിക്കാനും സാധിക്കും. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേരുക, ഇതിനായി പ്രാർത്ഥിക്കുക. ജീസസ് കോൾസിലൂടെ കർത്താവിൻ്റെ ഈ അനുഗ്രഹം ആസ്വദിക്കുക. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നിങ്ങളെ ഐശ്വര്യപ്പെടുത്തുകയും ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുക ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു. അങ്ങനെ കർത്താവിൻ്റെ ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. നിങ്ങളുടെ വിശ്വസ്തതയുടെ ഫലമായി കർത്താവ് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നു. സങ്കീർത്തനം 51:18 എഴുതിയിരിക്കുന്ന വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. സിയോൻ കർത്താവിൻ്റെ വാസസ്ഥലമാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ വാസസ്ഥലമാണ്. യേശു നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി "ഓ കർത്താവേ" എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ? ഇനി മുതൽ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പറയുക, "പിതാവേ, അങ്ങ് എന്നിലുണ്ട്, അങ്ങ് എന്നോടൊപ്പമുണ്ട്, അങ്ങ് എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സിംഹാസനമാക്കി മാറ്റിയിരിക്കുന്നു." നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന രാജാവിന് നന്ദി പറയുക. നിങ്ങളിൽ വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കുക. വിശ്വസിക്കുകയും കർത്താവിന് നന്ദി പറയുകയും സ്തുതി അർപ്പിക്കുകയും ചെയ്യുക. സ്തുതി അർപ്പിക്കുക. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനാകുന്നു. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. എൻ്റെ പിതാവ് എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവൻ അവിടെ വാഴുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായ കർത്താവേ, എൻ്റെ രാജാവേ, അങ്ങയുടെ സ്നേഹത്തിനും പ്രസാദത്തിനും അനുസരിച്ച് എനിക്ക് നന്മ ചെയ്യണമേ. അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തിനനുസൃതമായി അങ്ങ് ആഗ്രഹിക്കുന്നതും എനിക്ക് നൽകാൻ പ്രസാദിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും എനിക്ക് നൽകണമേ. അങ്ങയുടെ നന്മ എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. നമ്മളിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. കർത്താവ് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുക. അവൻ നിങ്ങളുടെ മതിലുകൾ പണിയും. അവൻ നിങ്ങളുടെ വീട്, ജീവിതം, ആത്മാവ് എന്നിവ പണിയും. നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ നിങ്ങളുടെ ജീവിതത്തെ നന്മ കൊണ്ട് നിറച്ചു കെട്ടിയെടുക്കും. കർത്താവ് ഇന്ന് ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ വയ്ക്കുന്നു. അത് സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ ഉത്കണ്ഠകളെ അകറ്റുക. അവയെ നരകത്തിലേക്ക് ഓടിക്കുക. യേശു എൻ്റെ ഹൃദയത്തിലുണ്ട്, എനിക്കൊട്ടും ഉത്കണ്ഠയില്ല. കർത്താവിൻ്റെ സ്നേഹപൂർണമായ ആഗ്രഹത്തിനും പ്രസാദത്തിനും അനുസരിച്ച് അവൻ എനിക്ക് നൽകുന്ന നന്മ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവന് നന്ദി പറയുക. അത് തീർച്ചയായും സംഭവിക്കും. നിങ്ങളുടെ ജീവിതവും വീടും കുടുംബവും ശരീരവും കെട്ടിപ്പടുക്കും. ദൈവം അവയെ കെട്ടിപ്പടുക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അങ്ങനെ നിങ്ങളൊരു രാജകുമാരനെ പോലെ 1000 മടങ്ങ് വർദ്ധിക്കട്ടെ. ഒരു രാജകുമാരിയെ പോലെ 1000 മടങ്ങ് വർദ്ധിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷിക്കാനും എല്ലാം ഉണ്ടെന്ന് പറയാനും കഴിയുന്ന തരത്തിൽ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുകയാണ്. ധൈര്യമായിരിക്കുക. അതിനായി അവൻ തൻ്റെ കണ്ണുകൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു. അവൻ അവരെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് 20-ാം നൂറ്റാണ്ടിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ച വില്യം ബ്രാൻഹാമിൻ്റെ ജീവചരിത്രം ഞാൻ വായിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ ബില്ലി പോൾ ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ ഒരു സാധാരണ ഹോട്ടലിൽ അച്ഛനും മകനും താമസിക്കുകയായിരുന്നു. അച്ഛൻ ഒരു മുറിയിലായിരുന്നു. മകനും ആ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച അച്ഛൻ്റെ സഹോദരനും മറ്റൊരു മുറിയിലായിരുന്നു. ആ ചെറിയ ഹോട്ടലിൽ താമസിച്ച് അവർ ആ പട്ടണത്തിൽ ഒരു വലിയ പൊതുയോഗം നടത്തുകയായിരുന്നു. ആ ഹോട്ടലിൽ മുറിയിൽ ബാത്റൂം ഇല്ലായിരുന്നു. കുറേ ദൂരം പോകണമായിരുന്നു. കുളിക്കാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോകണമായിരുന്നു. ഇതെല്ലാം 1960-ലായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു അത്. രാത്രിയിൽ ലൈറ്റുകൾ പോലും ശരിയായിരിക്കില്ല. പിന്നെ പെട്ടെന്ന് 2 മണിക്ക് ആരോ ഈ കൊച്ചു പയ്യൻ്റെ നേരെ തലയിണ എറിയുന്നത് പോലെ അവന് തോന്നി. അവൻ ഉണർന്നു. അവൻ്റെ അച്ഛൻ ഇരുട്ടിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം തലയണ അവൻ്റെ മുഖത്ത് വെച്ച് പറഞ്ഞു: "അച്ഛൻ ഇവിടെയുണ്ട് മോനെ. ബില്ലി, 1 മിനിറ്റ് എഴുന്നേൽക്കൂ." ഉടനെ അവർ ഉണർന്നു.
അവന് 12 വയസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു അല്ലേ, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് എന്നെ നേരിട്ട് കാണുമെന്ന്. ഇപ്പോൾ ഈ 2 മണിക്ക് അവൻ വന്ന് എന്നെ കണ്ടു. ഈ മീറ്റിങ്ങുകൾ എങ്ങനെ നടത്തണമെന്നതിനെക്കുറിച്ചുള്ള എല്ലാം അവൻ എനിക്ക് വിശദീകരിച്ചു തന്നു. എല്ലാം കഴിഞ്ഞു അവൻ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ അടുത്ത മുറിയിൽ എൻ്റെ പ്രിയ മകനും സഹോദരനുമുണ്ട്, അവർക്ക് നിന്നെ കാണാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ മകന് എന്നെ തന്നെ കാണിച്ചു കൊടുക്കും, അതിനാണ് ഞാൻ വന്നത്. അച്ഛൻ പറഞ്ഞു, ഇനി ഞാൻ പതുക്കെ തലേണ ഉയർത്താം, അപ്പോൾ അവിടെയുള്ള വാഷ് ബേസിനടുത്ത് അവൻ നിൽക്കുന്നത് നീ കാണും. നീ തിരിഞ്ഞു നോക്കൂ, നീ അവനെ കാണും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ചിറകുകളുള്ള ഒരു വലിയ ദൂതൻ അവിടെ പ്രതാപത്തിലും മഹത്വത്തിലും നിൽക്കുമെന്നവൻ കരുതി. അദ്ദേഹം തലയിണ ഉയർത്തിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. വെള്ള വസ്ത്രം, കഴുത്തുവര മുടി, മനോഹരമായ രൂപം. അവനെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഈ കൊച്ചു ബാലൻ ബില്ലി പോൾ. എന്നാൽ ബില്ലി പോൾ ആ ദൂതനെ നോക്കിയപ്പോൾ അവൻ വലിയ സ്നേഹത്തോടും വാത്സല്യത്തോടും ആർദ്രതയോടും കൂടെ അവനെ നോക്കി. ആ കൊച്ചുബാലൻ അവനെ നോക്കിക്കൊണ്ടിരുന്നിടത്തോളം കാലം അവൻ അവൻ്റെ പിതാവിനെ നോക്കിക്കൊണ്ടിരുന്നു. ആ ദൂതൻ അത് കർത്താവ് തന്നെയായിരുന്നു. അവൻ്റെ കണ്ണുകൾ വലിയ സ്നേഹത്തോടെ വില്യം ബ്രാൻഹാമിൽ പതിഞ്ഞിരുന്നു. അവൻ ആ ബാലനെ നോക്കിയില്ല, ആ മുറിയെയും അവൻ നോക്കിയില്ല. അവനെ മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ദൈവമക്കളോട് കർത്താവിന് അത്ര വലിയ സ്നേഹമുണ്ട്. തന്നെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് അത്ര വലിയ സ്നേഹം. ഒടുവിൽ അവനൊരു മഞ്ഞുതുള്ളി പോലെ അലിഞ്ഞുപോയി. അവൻ ജനലിലൂടെ പുറത്തേക്ക് പോയി. ആ സ്ഥലത്ത് ഒരു മഴവിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മഴവിൽ അവിടെ കുറേ നേരം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവും നിങ്ങളെ തൻ്റെ സിയോനായി സൂക്ഷിച്ചിരിക്കുന്നു, അവൻ്റെ വാസസ്ഥലം. അവൻ്റെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്, അവൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. അവൻ്റെ കൃപയാൽ അവൻ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ നന്മകളാൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാ ദോഷങ്ങളും നീങ്ങിപ്പോകും, എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റപ്പെടും, എല്ലാ ഉത്കണ്ഠകളും ഇല്ലാതാകും, എല്ലാ രോഗങ്ങളും അലിഞ്ഞു പോകും, എല്ലാ കുറവുകളും മാറിപ്പോകും. അവൻ നിങ്ങളെ ഐശ്വര്യമുള്ളവരാക്കുകയും നിങ്ങളെ പടുത്തുയർത്തുകയും ചെയ്യും. ധൈര്യമായിരിക്കുക, കർത്താവിൻ്റെ ഐശ്വര്യം. 3 യോഹന്നാൻ 2 ഇത് വിവരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിപ്പെടട്ടെ. നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഇതാണ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. നിങ്ങളെ പ്രിയപ്പെട്ടവരെന്നും തൻ്റെ പ്രിയപ്പെട്ടവരെന്നും വിളിച്ചുകൊണ്ട് അവൻ നിങ്ങളുടെ ആത്മാവിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. അവൻ നിങ്ങളെ വിശുദ്ധിയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും യേശു എനിക്ക് മതിയെന്ന് പറഞ്ഞ് അവനെ മുറുകെ പിടിക്കാൻ അവൻ നിങ്ങളുടെ ജീവിതത്തെയും ആത്മാവിനെയും അഭിവൃദ്ധിപ്പെടുത്തുന്നു. രണ്ടാമതായി, അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിപ്പെടുത്തുന്നു. മൂന്നാമതായി, അവൻ നിങ്ങളുടെ ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. ഇതാണ് കർത്താവിൻ്റെ ഹൃദയം, കർത്താവിൻ്റെ ആഗ്രഹം. അവൻ സിയോനിൽ നിന്ന് ആ കൃപ നിങ്ങളുടെ മേൽ ചൊരിയുകയും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൂടെ അവൻ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നു. എത്ര വലിയ അനുഗ്രഹം! കർത്താവ് ഇന്നത് നിങ്ങൾക്ക് നൽകട്ടെ. പിതാവേ, അവരുടെ ആത്മാക്കൾ അഭിവൃദ്ധിപ്പെടട്ടെ. കുടുംബത്തിലെ എല്ലാവരുടെയും ആത്മാക്കൾ അഭിവൃദ്ധിപ്പെടട്ടെ. ജീവനായ യേശുവിനോട് ചേർന്ന് അവർ ജീവിക്കട്ടെ. അവർ ജീവിക്കട്ടെ. അവർ ജീവിക്കട്ടെ. നശിപ്പിക്കാൻ വരുന്ന പിശാചും നശിപ്പിക്കാൻ വരുന്ന ഉത്കണ്ഠകളും എല്ലാവരെയും വിട്ടുപോകട്ടെ. കുടുംബത്തിലെ എല്ലാവരിൽ നിന്നും ചീത്ത ശീലങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. എല്ലാവരും യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറട്ടെ. അവർ രൂപാന്തരപ്പെടട്ടെ. ഈ ലോകത്ത് ജീവിക്കാനുള്ള പ്രത്യാശ ഇതാണ് പിതാവേ. നിങ്ങളുടെ മക്കൾക്ക് ഈ പ്രത്യാശ നൽകുക. അവരെ അനുഗ്രഹിക്കൂ, അവരെ അനുഗ്രഹിക്കൂ, അവരെ അനുഗ്രഹിക്കൂ. കർത്താവെ, അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. എല്ലാ രോഗങ്ങളും അപ്രത്യക്ഷമാകട്ടെ. ക്രിസ്തുവിൻ്റെ ജീവൻ ഇപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ വേദനകളും അപ്രത്യക്ഷമാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. രക്തക്കെട്ടുകളെല്ലാം അലിഞ്ഞു പോകട്ടെ. മുട്ടുകളിലെയും സന്ധികളിലെയും വേദന
ഇപ്പോൾ സുഖപ്പെടട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. വാദം അപ്രത്യക്ഷമാകട്ടെ. എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റപ്പെടട്ടെ. വിടുതൽ വരട്ടെ. പിതാവേ, അവർക്ക് സമാധാനത്തോടെ നല്ല ഉറക്കം ലഭിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ ആരോഗ്യത്തോടെ ഉണരട്ടെ. അവർക്ക് സന്തോഷത്തിൻ്റെ തൈലം നൽകുക. ഭർത്താവിൻ്റെ ശരീരത്തിന് കരുത്തു നൽകുന്ന പോഷണം നൽകുക. ഭാര്യയുടെ ശരീരത്തിന് കരുത്തു നൽകുന്ന ശക്തി നൽകുക. പിതാവേ, മക്കളില്ലാത്ത ഗർഭപാത്രങ്ങളിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കട്ടെ. അനുഗ്രഹങ്ങളുടെ ഭരണം ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ മക്കൾ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിപ്പെടട്ടെ. അവർ അഭിവൃദ്ധിപ്പെടട്ടെ. അവർ അഭിവൃദ്ധിപ്പെടട്ടെ. ഇനിയൊരു രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. സാമ്പത്തിക ദൗർലഭ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കയ്യിലുള്ള പണം അത്ഭുതകരമായി 1000 മടങ്ങ് വർദ്ധിക്കട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടട്ടെ. അവർ കടമില്ലാതെ ജീവിക്കട്ടെ. ജോലി വരട്ടെ. സ്ഥാനക്കയറ്റം വരട്ടെ. നന്മ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ആ വീട് പണിയപ്പെടട്ടെ. അവരുടെ വീട് പണിയപ്പെടട്ടെ. ഈ കൃപ നൽകിയതിന് യേശുവേ നന്ദി. യേശുവേ നന്ദി. ബധിരരുടെ ചെവികളിൽ സ്പർശിച്ചതിന് നന്ദി. ചെവി, പല്ല്, താടിയല്ല്, തൊണ്ട എന്നിവയിലെ രോഗങ്ങൾ മാറ്റിയതിന് നന്ദി. കർത്താവേ, അവർ ഇപ്പോൾ സുഖപ്പെടട്ടെ. അവർ സുഖപ്പെടട്ടെ. മേഖല, കർത്താവ് നിന്നെ സ്പർശിക്കുന്നു. യേശു ഇപ്പോൾ നിന്നെ സുഖപ്പെടുത്തുന്നു. അനാവശ്യ സ്വപ്നങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ, ഭയമില്ലാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് നന്ദി. ഈ ജനത്തെ അനുഗ്രഹിച്ചതിന് നന്ദി. രക്തക്കുറവ്, രക്തനഷ്ടം, രക്തത്തിലെ രോഗം എല്ലാം ഇപ്പോൾ സ്പർശിച്ചു സുഖപ്പെടുത്തിയതിന് യേശുവേ നന്ദി. യേശുവേ നന്ദി. നന്ദി. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. കർത്താവേ, തടസ്സങ്ങൾ നീങ്ങട്ടെ. രക്തചംക്രമണം സാധാരണ നിലയിലാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ ഈ അനുഗ്രഹം അവരുടെ മേൽ വയ്ക്കുന്നു. അത് സ്ഥിരീകരിച്ചതിന് യേശുവേ നന്ദി. നന്ദി. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് എല്ലാ കുറവുകളും മാറ്റുന്നു. വാതിൽ തുറക്കുന്നു. അനുഗ്രഹത്തിൻ്റെ മഴ വരുന്നു. നിന്റെ ജീവിതം പടുത്തുയർത്തപ്പെടട്ടെ. ആ വീട് പണിയപ്പെടട്ടെ. ബാക്കിയുള്ള രേഖകൾ വരട്ടെ. ആ ഉത്തരവ് വരട്ടെ. അത് രജിസ്റ്റർ ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളുടെ മേൽ ഞാൻ ഈ അനുഗ്രഹങ്ങൾ വയ്ക്കുന്നു. ജോസഫ്, നീ പ്രതീക്ഷിക്കുന്ന ഉത്തരവ് കർത്താവ് നിനക്ക് നൽകും. അവിടുന്ന് അത് ഇപ്പോൾ നൽകുന്നു. അവിടുന്ന് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത നിന്നെ തേടി വരാൻ അവിടുന്ന് ഇടയാക്കുന്നു. അഞ്ജലി, ആ അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് നിന്നെ ഇടയാക്കുന്നു. അതുപോലെ വിവാഹത്തിനായി കാത്തിരിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ കൈ ഇപ്പോൾ ഇറങ്ങുന്നു. അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുന്നു. കർത്താവെ നന്ദി. അവരെ അനുഗ്രഹിക്കൂ. അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അത് സ്വീകരിക്കുക. അത് ആസ്വദിക്കുക. യേശുവിനെ അനുഭവിക്കുക. കൂടാതെ അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് വിളിച്ച് ഞങ്ങളോട് പറയുക. അല്ലെങ്കിൽ ഈ ഇമെയിലിലേക്ക് ഒരു സന്ദേശം അയയ്ക്കുക. നിങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കും. യേശു നല്ലവനാണ്. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. ആ അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തനാക്കും. അതുകൊണ്ട് കർത്താവ് നൽകിയ ഈ അനുഗ്രഹം ഒരു സാക്ഷ്യമായി പങ്കുവയ്ക്കുക. കർത്താവ് പലരെയും പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. പേരെടുത്ത് വിളിക്കാതെയും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ അത്ഭുതങ്ങൾ സ്വീകരിക്കുമ്പോഴും കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കുമ്പോഴും അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയുമാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് ഉത്തരം നൽകുന്ന സമയമാണ്. നന്ദി കർത്താവേ. കർത്താവിനെ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുക. അപ്പോൾ അനുഗ്രഹങ്ങൾ സമൃദ്ധമാകും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഐശ്വര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമായി നിങ്ങളുടെ ജീവിതം ഒരു നീതിയുള്ള ജീവിതമായി തഴച്ചു വളരും. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും നീതിയോടെ ജീവിക്കാൻ കർത്താവ് ഇടയാക്കും. സങ്കീർത്തനം 23 വാക്യം 3 അവൻ എൻ്റെ ആത്മാവിനെ തണുപ്പിച്ചു. തൻ്റെ നാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
ആർക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത വിധം കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ നീതിയുടെ പാതയിൽ നയിക്കാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ്സും അങ്ങനെയായിരിക്കും. നിങ്ങൾ നടത്തുന്ന സ്കൂളും അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ കുടുംബവും അങ്ങനെയായിരിക്കും. നിങ്ങളെല്ലാം നീതിയോടെ ചെയ്യുന്നതിനും ആർക്കും കുറ്റം കണ്ടെത്താൻ കഴിയാത്ത വിധവും കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. നിങ്ങളുടെ ആത്മാവ് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുമ്പോഴും നിങ്ങൾ യേശുവിനാൽ നിറയപ്പെടുമ്പോഴും നിങ്ങൾ നീതിയോടെ ജീവിക്കും. കർത്താവ് ആ കൃപ നൽകുന്നു. അതിനുശേഷം ഒരു ദുഷ്ടാധികാരത്തിനോ വഞ്ചനാപരമായ ആത്മാവിനോ അസൂയാലുക്കൾക്കോ നിങ്ങളെ തൊടാൻ കഴിയില്ല. പിശാചിന് പോലും നിങ്ങളെ തൊടാൻ കഴിയില്ല. എന്ത് പോരാട്ടങ്ങൾ വന്നാലും, നിങ്ങളുടെ പേര് നശിപ്പിക്കാൻ അവരെന്ത് നുണകൾ പറഞ്ഞാലും അത് വിജയിക്കില്ല. യേശുവിനെതിരെ എത്രയെത്ര കള്ളസാക്ഷ്യങ്ങളാണ് നൽകപ്പെട്ടത്, എന്നാൽ അവയിലൊന്നുപോലും വിജയിച്ചില്ല. അതിലെല്ലാം ആ കള്ളസാക്ഷ്യങ്ങളെ അവിടുന്ന് പൂർണ്ണമായും നിലം പരിശാക്കി. സർവശക്തനായ ദൈവം അവിടുത്തെ തലയുയർത്തിപ്പിടിച്ച് അചഞ്ചലനായി നിൽക്കാൻ ഇടയാക്കി. ഇന്ന് അവിടുന്ന് യഥാർത്ഥത്തിൽ രാജാധിരാജാവാണ്. നിങ്ങൾക്കെതിരെയും കള്ളസാക്ഷ്യം വന്നിട്ടുണ്ടോ? ആളുകൾ നിങ്ങളോട് തെറ്റായി പെരുമാറുന്നുണ്ടോ? നിങ്ങളുടെ സ്വന്തം മക്കൾ നിങ്ങളോട് ഇത്രയധികം അനാദരവോടെയാണോ പെരുമാറുന്നത്? അവർ നിങ്ങളിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കുകയാണോ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങളുടെ നീതിയുള്ള ആത്മാവ് നിങ്ങൾക്ക് ബഹുമാനവും അന്തസ്സും മഹത്വവും നൽകും. ഒരു ദോഷവും നിങ്ങളെ ഒരിക്കലും തൊടുകയില്ല. അങ്ങനെയാണ് കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുന്നത്. രണ്ടാമതായി, നമ്മൾ നീതിയോടെ ജീവിക്കുന്നത് മാത്രമല്ല കാര്യം. അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്ത നീതിക്കായി അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ആത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകുന്നു. ഇതും ഒരുതരം ഐശ്വര്യമാണ്. എൻ്റെ മുത്തശ്ശിക്ക് ഫിറ്റ്സ് വരുമായിരുന്നു. അവർക്ക് അപസ്മാരമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ വളരെ ഉച്ചത്തിൽ, ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവേ, അങ്ങേക്ക് സ്തുതി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കരുണയ്ക്കും നന്ദി. അദ്ദേഹം വിളിച്ചു പറയും, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയതിന് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, സ്തുതി, സ്തുതി. അദ്ദേഹം അത് ഉച്ചത്തിൽ പറയുമായിരുന്നു. അദ്ദേഹം അത് വിളിച്ചു പറയുമായിരുന്നു. അയ്യോ, എൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി എന്ന് അദ്ദേഹം ഒരിക്കൽ പോലും നിലവിളിച്ചിട്ടില്ല. കർത്താവെ എന്തുകൊണ്ട് എന്നെൻ്റെ മുത്തച്ഛൻ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഉച്ചത്തിൽ, പിതാവേ അങ്ങേക്ക് സ്തുതി, യേശുവേ അങ്ങേക്ക് സ്തുതി. യേശുവേ, എൻ്റെ ഭാര്യ രക്തം ചിന്താതിരിക്കാൻ അങ്ങ് അവൾക്ക് വേണ്ടി രക്തം ചിന്തി എന്ന് പറഞ്ഞ് അദ്ദേഹം സ്തുതിക്കുമായിരുന്നു. അദ്ദേഹം മുത്തശ്ശിയെ മുറുകെ പിടിക്കും. പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതം പോലെ ആ അപസ്മാരം പതുക്കെ കുറയാൻ തുടങ്ങും. മുത്തശ്ശി രക്ഷപ്പെടും. പതുക്കെ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും. സങ്കീർത്തനം 103:1. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും? സങ്കീർത്തനം 103:3-4. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. മുത്തച്ഛൻ്റെ സ്തുതിയുടെ ഐശ്വര്യം കാരണം 5ാം തലമുറയിലും ഞങ്ങൾ ഈ അനുഗ്രഹം ആസ്വദിക്കുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലെ സ്തുതിയുടെ ഐശ്വര്യം. കർത്താവ് ഇന്ന് ആ കൃപ നിങ്ങൾക്കും എനിക്കും നൽകുന്നു. നമുക്കെല്ലാവർക്കും അത് ആവശ്യമാണ്. കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് സ്തുതിയുടെ ബലി ഉയരുന്നത്. നമ്മുടെ എല്ലാ അകൃത്യങ്ങളും ക്ഷമിക്കപ്പെടുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെടുന്നു. ജീവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നു. ബഹുമാനം വരുന്നു. കർത്താവ് നിങ്ങൾക്കും അതുതന്നെ ചെയ്യും. മൂന്നാമതായി, ദൈവത്തിൻ്റെ ഭയഭക്തിയോടും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയായി നിങ്ങൾ വെളിപ്പെടുന്നു. അതാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ടതും ഐശ്വര്യപൂർണവുമായ അനുഗ്രഹം. അവിടുത്തെ അത്ഭുതകരമായ സൃഷ്ടിയായി കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ പ്രവർത്തികളെ അവിടുന്ന് അത്ഭുതകരമാക്കുന്നു. അവിടുന്ന് അവയെ അത്ഭുതകരമാക്കുന്നു. സങ്കീർത്തനം 139:14 നാം അത് വായിക്കുന്നു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. അതെൻ്റെ ആത്മാവ് നന്നായി അറിയുന്നു. നമ്മുടെ ആത്മാവ് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ നാം കർത്താവിനാൽ ഭയഭക്തിയോടും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് അറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുകയും വെളിപ്പെടുകയും വേണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടുന്നു. അതെ,
നിങ്ങളിലൂടെ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടും. കാരണം നിങ്ങൾ ഭയഭക്തിയോടും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാൻ ഭയഭക്തിയോടും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതെ, ആ കൃപ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ വെറുമൊരു സാധാരണക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ പുച്ഛത്തോടെ നോക്കുന്നു. എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല. ഞാൻ ഒന്നിനും വിജയിച്ചിട്ടില്ല. എനിക്ക് ശരിയായ ധാരണയില്ല. എനിക്ക് വേണ്ടത്ര അറിവില്ല. എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. എനിക്ക് സാമ്പത്തിക ശേഷിയില്ല. സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടാകാം. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ എൻ്റെ സിയോനാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് നൽകും. എൻ്റെ നന്മ നിന്നെ പിന്തുടരും. എന്താണ് ആ നന്മ? നീ എന്നാൽ ഭയഭക്തിയോടും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങളുടെ ജോലിയിലായാലും പഠനത്തിലായാലും കുടുംബത്തെ നയിക്കുന്നതിലായാലും കുടുംബാനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിലായാലും പ്രധാനപ്പെട്ട സാമൂഹിക കാര്യങ്ങളിലായാലും ഞാൻ നിങ്ങളിലൂടെ അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യും. ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കർത്താവ് നിങ്ങളെ കൃപയോടെ പ്രാപ്തനാക്കുന്നു. അഗാധമായ സ്നേഹത്തോടെ ചെയ്യുന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ തീർച്ചയായും വിസ്മയകരമാണ്. യഥാർത്ഥ സ്നേഹത്തോടെ അവിടുന്ന് തൻ്റെ അനുഗ്രഹം നൽകുന്നു. അതുപോലെ തന്നെ അവിടുന്ന് നിങ്ങളുടെ മക്കളെ ശക്തരാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെക്കട്ടെ. അങ്ങനെ ചെയ്യണമേ കർത്താവേ, അങ്ങനെ ചെയ്യണമേ പിതാവേ. നാലാമതായി, ജ്ഞാനവും അറിവും ആത്മാവിന് സന്തോഷകരമാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും വിലയേറിയ ഒരു അനുഗ്രഹം അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജ്ഞാനവും അറിവും. നമുക്ക് ജ്ഞാനവും അറിവുമുണ്ടെങ്കിൽ അവ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ ഉയർത്തും. സദൃശ്യവാക്യങ്ങൾ 2:5 പറയുന്നു, നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നീ നീതിയും ന്യായവും നേരും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും. നീതിയെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം, ന്യായത്തെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം, ക്ഷമയെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം, എല്ലാ വഴികളെയും മനസ്സിലാക്കാനുള്ള ജ്ഞാനം, എല്ലാ വഴികളിലും വെച്ച് ഐശ്വര്യത്തിനായി പിന്തുടരേണ്ട വഴി ഇതാണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം. ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ഒരാൾ പെരുമാറേണ്ടത്. എല്ലാ വഴികളിലും അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ജ്ഞാനം, അതായത് ഒരു കുടുംബത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാവരുടെയും മുന്നിൽ എങ്ങനെ പെരുമാറണം, ജോലി സ്ഥലത്ത് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ജ്ഞാനം. കർത്താവ് നിങ്ങളെ ഈ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നു. അവിടുന്ന് നിങ്ങളെ ഈ അനുഗ്രഹങ്ങളാൽ സമൃദ്ധമായി നിറയ്ക്കുന്നു. വിലയേറിയ ഒരു അനുഗ്രഹം, കർത്താവിന് പ്രസാദകരമായ ഒരു അനുഗ്രഹം. യേശുവിലൂടെ അവിടുന്ന് തന്നെ നമുക്ക് ജ്ഞാനമായി തീരുന്നു. യേശു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. കർത്താവായ യേശു തന്നെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മെ സിയോനാക്കി മാറ്റിക്കൊണ്ട് അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ജ്ഞാനമുണ്ടാകും. നിങ്ങൾ നീതിമാന്മാരായിരിക്കും. നിങ്ങൾ ബഹുമാനത്തോടെയും എല്ലാ വഴികളും അറിഞ്ഞുമിരിക്കും. നിങ്ങൾ അവയിലൂടെ നടക്കുകയും വിജയിക്കുകയും ചെയ്യും. കർത്താവ് ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. അഞ്ചാമതായി, അവിടുത്തെ പ്രിയപ്പെട്ട അനുഗ്രഹം, ഐശ്വര്യം, നന്മ എന്നിവ. യിരെമ്യാവ് 31:14 പ്രകാരം, ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാടും. നന്മയാൽ തൃപ്തിപ്പെടുക എന്ന അനുഗ്രഹം ഒരു സമൃദ്ധമായ അനുഗ്രഹം. യിരെമ്യാവ് 31:25 അവിടുന്ന് പറയുന്നു, ഞാൻ തളർന്ന ആത്മാവിനെ പുതുക്കും, ക്ഷീണിച്ച എല്ലാ ആത്മാക്കളെയും നിറയ്ക്കും. നിങ്ങൾക്ക് തളർച്ച തോന്നുന്നുണ്ടോ? ഒന്നും ബാക്കിയില്ല. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ഞാൻ വറ്റിപ്പോയിരിക്കുന്നു. അനുഗ്രഹമില്ല, ബലഹീനത തോന്നുന്നു. പണമെല്ലാം തീർന്നു. പ്രതീക്ഷയില്ല. ദുഷ്ടന്മാരാൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഉത്കണ്ഠാകുലമായ ചിന്തകൾ, വേവലാതികൾ, അസ്വസ്ഥമാക്കുന്ന സ്വപ്നങ്ങൾ, ഭയവും പരിഭ്രാന്തിയും, കുടുംബത്തിൽ നിന്ന് സഹായമില്ലാത്ത സാഹചര്യം. ഈ അവസ്ഥയിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ തളർന്ന ആത്മാവിനെ നിറയ്ക്കും. ഞാൻ അതിനെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കും. ഞാൻ നിന്നെ ശക്തനാക്കും. ഞാൻ നൽകുന്ന നന്മയിൽ നീ തൃപ്തനാകും. നീ തൃപ്തനാകും. നിന്റെ തളർന്ന ആത്മാവിനെ ഞാൻ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തും. നിനക്ക് ഒന്നിനും കുറവില്ലാത്തതുപോലെ നിനക്ക് പൂർണ്ണ സംതൃപ്തി തോന്നും. നീ എന്നെ സ്തുതിക്കും.
നീ സന്തോഷിക്കും. നീ എന്നെ സ്തുതിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വരും. ഈ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ഇറങ്ങട്ടെ. യേശുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കാനുള്ള അനുഗ്രഹവും പദവിയും കർത്താവ് നിനക്ക് നൽകുന്നു. അതും ഐശ്വര്യമാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശു കർത്താവാണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവിടുന്ന് നിന്നെ ഉപയോഗിക്കുന്ന അനുഗ്രഹം നൽകുന്നു. കർത്താവ് ഇന്നത് നിന്റെ മേൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 11:29 വായിക്കുക. ഈ വചനത്തിൽ യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകുന്നു. തൻ്റെ സൗമ്യവും വിനീതവുമായ സ്വഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നിൽ നിന്ന് പഠിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. അതാണ് യേശുവിൻ്റെ സ്വഭാവം. അവിടുന്ന് നിനക്കും എനിക്കും അതേ കൃപ നൽകുന്നു. പണത്തെക്കുറിച്ച് അഹങ്കാരമില്ലാതെ, പദവിയെക്കുറിച്ച് അഹങ്കാരമില്ലാതെ, പ്രശസ്തിയെക്കുറിച്ച് അഹങ്കാരമില്ലാതെ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം, എല്ലാവരെയും സഹിക്കുന്ന ഒരു ഹൃദയം, എല്ലാവരോടും ദയയുള്ള ഒരു ഹൃദയം, എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കാൻ സമൃദ്ധമായി നൽകുന്ന ഒരു ഹൃദയം. കർത്താവിൻ്റെ ദാനങ്ങളാൽ നിറഞ്ഞ ഒരു ഹൃദയം ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരോട് പറയുന്നു. പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ നൽകുന്നു. കർത്താവ് നമുക്ക് കൃപയോടെ നൽകുന്നതിതാണ് യഥാർത്ഥ താഴ്മയും സൗമ്യതയുമുള്ള ഒരു ഹൃദയം. അവിടുത്തെ നുകം ക്ഷമയോടെ ചുമക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ ഭാരവും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നീക്കാൻ സഹായിക്കുന്ന കർത്താവിൻ്റെ നുകം അവിടുന്ന് നിനക്ക് നൽകുന്നു. അവിടുന്ന് കർത്താവിൻ്റെ വിളി നൽകുന്നു. അവിടുന്ന് കർത്താവിൻ്റെ ഹൃദയം നൽകുന്നു. അവിടുന്ന് കർത്താവിൻ്റെ അധികാരം നൽകുന്നു. ഇതൊരു വലിയ സമൃദ്ധമായ അനുഗ്രഹമാണ്. അവിടുന്ന് അത് നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും. അപ്പോഴാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ളവരോട് അവൻ എന്താണ് പറയുന്നത്? മത്തായി 11:28 അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. എല്ലാം ഐശ്വര്യപൂർണമാകും. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ പ്രസാദമനുസരിച്ച് ഞാൻ നിങ്ങളെ ഉപയോഗിക്കും. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങളിലൂടെ എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾ പറയുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റപ്പെടും. അത് നിങ്ങൾക്കും നിറവേറ്റപ്പെടും. നിങ്ങൾ സംസാരിക്കുന്ന വചനം നിങ്ങളുടെ കുടുംബത്തിനും നിറവേറ്റപ്പെടും. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കും. ജനങ്ങൾ നിങ്ങളിൽ യേശുവിനെ കാണും. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം സങ്കീർത്തനം 51:18 സിയോനെ പോലെ നിങ്ങളുടെ ഹൃദയവും ജീവിതവും കർത്താവിൻ്റെ പ്രസാദമനുസരിച്ച് അവൻ്റെ നന്മയാൽ നിറയട്ടെ. സിയോന്റെ മതിലുകൾ പോലെ നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തപ്പെടട്ടെ. നിങ്ങൾ ഉറച്ചു നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്മേലും നിങ്ങളുടെ വിളിക്കിന്മേലും നിങ്ങൾക്കുള്ള സകലത്തിന്മേലും ഞാൻ ഈ അനുഗ്രഹങ്ങൾ വയ്ക്കുന്നു. അത് അങ്ങനെ തന്നെ സ്ഥിരീകരിക്കപ്പെടട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Precious Austin Sam, thank you so much for your thank offering, which is a blessing to millions of people. പ്രിയപ്പെട്ട ഓസ്റ്റിൻ സാം, നിങ്ങൾ കൃതജ്ഞതയോടെ നൽകിയ സ്തോത്ര കാഴ്ചയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നു. May God give you a wonderful life partner according to Genesis 2:18. ഉൽപ്പത്തി 2:18 പ്രകാരം ദൈവം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകട്ടെ. Lord bless Austin Sam with wisdom and a wonderful life partner. He has been waiting for a long time. He must have victory in the court cases, a good job abroad, and a wonderful place to live, a beautiful flat. കർത്താവെ, ദൈവിക ജ്ഞാനവും തക്ക ജീവിത പങ്കാളിയെയും നൽകി പ്രിയപ്പെട്ട മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, മകൻ ദീർഘകാലമായി കാത്തിരിക്കുന്നു. മകനെ കോടതിയിലെ കേസുകളിൽ വിജയം ലഭിക്കണം. വിദേശത്ത് നല്ലൊരു ജോലി നൽകി മകനെ അങ്ങ് അനുഗ്രഹിക്കണം. മാത്രമല്ല, അതിമനോഹരമായ ഒരു താമസ സ്ഥലം, നല്ലൊരു ഫ്ലാറ്റ് മകനങ്ങ് നൽകണം. Father bless Sister Lily Sugunamma. She has prayed so much. Let her have the answers, Lord. And the headache, thyroid, shoulder pain, back pain be gone in Jesus' name. Let her be well in Jesus' name. പിതാവേ, പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കണമേ. അവർ ഒരുപാട് പ്രാർത്ഥിച്ചിരിക്കുന്നു. അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ. കർത്താവേ, തലവേദന, തൈറോയിഡ്, തോൾവേദന, നടുവേദന സകലതും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ പൂർണ്ണ സുഖം പ്രാപിക്കട്ടെ. Amen. God bless you.